താൻ നോക്കിക്കോ സുകുമാര, ഈ വർഷം തന്റെ വളർച്ചയുടെ വർഷമാ, സമയമാ. തന്റെ ഈ കഥ സിനിമയായി കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ ഇരിക്കാൻ പോലും കിട്ടില്ല. ഇപ്പൊ കഥ പറഞ്ഞല്ലേ ഉള്ളൂ. ഇനി തിരക്കഥ എഴുതണം, അഭിനേതാക്കളുടെ ഡേറ്റ് കിട്ടണം, പിന്നെ ഷൂട്ടിംഗ്. എന്റെ ഫസ്റ്റ് വർക്ക് അത് സൂപ്പർ ഹിറ്റ് ആകണം. അതാണ് എന്റെ ആഗ്രഹം. കഴിക്കേ. Cheers. അളിയാ, അതൊക്കെ ശരിയാവും. അളിയുടെ പടത്തിൽ അഭിനയിച്ചിട്ട് വേണം എനിക്ക് എന്റെ മുടി ഒന്ന് മുറിക്കാൻ. ഇത് ഹിറ്റ് അളിയാ. എനിക്ക് ഫിലിം ഇൻഡസ്ട്രി പിടിച്ചിടക്കി സ്റ്റാർ ആവണം. അളിയൻ തിരക്കഥ എഴുതും. എടോ വർക്കിച്ചോ, താനെന്തോടോ മൊബൈലിൽ നോക്കി ചിരിക്കണത്? വല്ല കോമഡി റീൽസും ആണോ? ഞങ്ങളും കാണട്ടോ. എന്തിനാ റീൽസ്? തിയേറ്ററിൽ പോയി കോമഡി സിനിമയും കാണണ്ട, ടിവിയിൽ വാർത്ത കണ്ടാ പോരെ. പത്രം വായിച്ചാൽ പിന്നെ ചിരിച്ചിരിച്ച് മരിക്കും. അളിയന് പത്രം വായന പണ്ടേ കുറവാ. പെങ്ങൾ എപ്പോഴും പറയും അച്ഛൻ കാണുന്നത് തന്നെ അറപ്പാണെന്ന്. കഞ്ഞിക്കുഴി സുകുമാര, താൻ പ്രതിഭയുള്ളവനാ. ആനുകാലിക സംഭവങ്ങൾ വെച്ച് താൻ ഒരു കാച്ച് ഏത് പ്രൊഡ്യൂസറെ കാണിച്ചാലും എപ്പ പടം എടുത്തൊന്ന് ചോദിച്ചാൽ മതി. ഈ ഞാനാ പറയുന്നത്. ഇപ്പോഴും സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുന്ന ആ ഡ്രൈവർ മേയറും തമ്മിലുള്ള ഒരു പ്രശ്നമില്ലേ, അതെടുത്ത് ഒരു കീച്ചളിയാ. അതുകൊള്ളാം, നിന്റെ അളിയന് ബുദ്ധിയുണ്ട്. അയ്യപ്പനും കോശിയും ഹിറ്റായില്ലേ, അതുപോലെ ഒരു തഗ് ഫൈറ്റ് സ്റ്റോറി. ഡ്രൈവറും മേയറും. ഡ്രൈവറും മേയറും, അയ്യപ്പനും കോശിയും. ഇത് കൊള്ളാല, അടിപൊളി. ക്ലൈമാക്സിൽ രണ്ടുപേരും ശത്രുത വിടുന്നു. ഡ്രൈവർ സീറ്റിന് പകരം ഡ്രൈവർക്ക് ഇലക്ഷനിൽ കൗൺസിലർ സീറ്റ് നൽകി പ്രശ്നം പരിഹരിക്കുന്നു. രണ്ടുപേരും ഹാപ്പി അല്ലേ? അത് കൊള്ളാം. ചാർജ് പോയല്ലേ, കുത്തിയിട്ട് വരാം. ആരാ വന്നിട്ടുണ്ട്? ആ ചേച്ചി, എന്താടാ നീന്ന് ജോലിക്ക് പോയില്ലേ? ഇല്ല ചേച്ചി, ആ ചെറിയൊരു പ്രശ്നമുണ്ട്. ആർക്ക്? ഓഫീസിലെ വെള്ളമില്ല, എല്ലാവർക്കും ലീവ് കൊടുത്തിരിക്കുക. മോട്ടർ കേടാ. നീ എന്നെന്താ നേരത്തെ? ഇന്ന് ജോലി ഇല്ലേ? ഇല്ല. എന്റെ കുഴപ്പായോ? എന്താ കുഴപ്പം? അതുകൊണ്ടാണല്ലോ ഇതൊക്കെ കാണാൻ കഴിഞ്ഞത്, നിങ്ങളുടെ ഈ ആഘോഷങ്ങളൊക്കെ. ദേ രഘു, ഞാൻ ശാന്തി ഒന്ന് കാണട്ടെട്ടോ. നിങ്ങളുടെ സെക്യൂരിറ്റി പണി എവിടെയാന്ന് പറഞ്ഞേക്കാം. എന്താ? അയ്യോ വേണ്ടായേ, ശാന്തി അറിഞ്ഞ മൊത്തത്തിൽ അശാന്തിയാവും. ദേ ഞാൻ കാല് പിടിക്കാം. സുകുമാരന് സിനിമ കിട്ടിയപ്പോ ഞങ്ങളൊന്ന് ആഘോഷിച്ചതാ. തിരക്കഥ എഴുതാൻ അഡ്വാൻസ് കിട്ടിയായിരുന്നു. അല്ലത് ആർക്കാ ഇത്രയും മണ്ടത്തരം പറ്റിയേ? നീ എന്നെ എപ്പോഴും അങ്ങനെ കൊച്ചാക്കണ്ട. ഏത് കലാകാരനും ഒരു ദിവസമുണ്ട്, അത് വന്നെന്ന് മാത്രം കരുതിയാ മതി. പിന്നെ നിങ്ങളുടെ എഴുത്ത് കുറെ കണ്ടതല്ലേ ഞാൻ. ഈ താടിയും മുടിയും നടത്തവും കണ്ട് ഏതോ ഒരു പാവം വീണതാ. അയാളുടെ കാശ് വെള്ളത്തിൽ പോയി, അത്ര തന്നെ. നിങ്ങൾക്കറിയാല്ല, വിനോദ് ലാൽ എന്ന സംവിധായകൻ STD 5B എന്ന സിനിമയെ ചെറിയ ബഡ്ജറ്റിലുണ്ടാക്കിയ സിനിമയാണത്. ലോക റെക്കോർഡും ഫിലിം ക്രിറ്റിക്സ് അവാർഡും അതിന് ലഭിച്ചു. ഓ, എന്തായിരുന്നു അതിന്റെ പ്രമേയം? കുട്ടികളുടെ സിനിമയാണത്. ഓ, അതിന്റെ സംഗീതം മുഴുവൻ ശാർഗധരൻ എന്നൊരാളുടെ തൊണ്ടയിൽ നിന്നുണ്ടാക്കിയ ശബ്ദങ്ങളാണ്. ഇൻസ്ട്രുമെന്റ്സ് ഒന്നും അതിലില്ല. ഗാനങ്ങളും ആറാറും എല്ലാം തൊണ്ടയിൽ നിന്നുള്ള ശബ്ദമാണ്. അതെ, അതവരുടെ തൊണ്ടയിലുള്ളതല്ല, മണ്ടയിൽ എന്തേലും ഉണ്ടായിട്ടാ. നിങ്ങളുടെ മണ്ടയിൽ എന്തോ ഉണ്ട് മനുഷ്യ. വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഒരു കലാകാരൻ വന്നിട്ട് കഴിച്ചത് മുഴുവൻ ഇറങ്ങിപ്പോയി. ഇനി ഇവിടെ നിന്നാലേ ക്രിമിനൽ കേസിന് സാക്ഷി പറയേണ്ടി വരും. ഞാൻ പോവാ. ഞാനും അളിയാ, ഞാനും കൂടെ പോവാ. ഇനി ഇവിടെ നിന്നാ ചേച്ചിക്ക് പ്രാന്താവും. അതെ അതെ, ഞാൻ പോകുന്നോണ്ട് അളിയനൊന്നും തോന്നരുത്. ചാൻസ് തരാതിരിക്കരുത്. അളിയ എന്നോട് ക്ഷമിക്കണം. നമുക്ക് തകർക്കണം അളിയാ. ഞാൻ പോയിട്ട് വരാം. ഓക്കെ. ആ ചേച്ചി, ഞാൻ പോവാണേ. കൃഷ്ണൻ അമ്പലത്തിലെ ഭജനയാ.
ഓ, ഭജനയ്ക്കും സിനിമയ്ക്കും കൊള്ളാം നിന്റെ മുടിഞ്ഞ താടി. ബാക്കി വല്ലതുണ്ടെങ്കിൽ എടുത്തോണ്ട് പൊക്കോ. ആ ആയിക്കോട്ടെ. ആ സാധനം കാണേ, നമുക്ക് അപ്പുറത്ത് പോയി അടിക്കാം. ഇങ്ങോട്ട് വന്നാൽ മതി. അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കാം, നിങ്ങളുടെ പരിപാടി എന്താ? ഞാൻ ഒരു ഓഫീസിൽ പോയാ പിന്നെ ഈ വെള്ളമടിയാണോ നിങ്ങളുടെ പരിപാടി? നാട്ടുകാരുണ്ട നാണക്കേടല്ലേ? എടി, അവര് പറഞ്ഞത് സത്യമാണ്. എനിക്കൊരു സിനിമ കിട്ടി, തിരക്കഥ എഴുതണം. അതിന് ഈ വീട് ബാറാക്കണം. ഈ കണക്കിന് ഞാനില്ലാത്ത നേരത്തെ എവിടുമാരൊക്കെ വരണെന്ന് ആർക്കറിയാം? ഇനി CCTV ക്യാമറ ഫിറ്റ് ചെയ്യണമെന്നാ തോന്നുന്നത്. അപ്പൊ ഞാനിവിടെ എല്ലാം ഒളിക്യാമറ വെക്കേണ്ടി വരും. നീ പോകുന്നിടത്തെല്ലാം ഞാൻ ഒളിക്യാമറ വെച്ച് നടക്കണം. ദേ, എന്നെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ, എന്റെ വരുമാനത്തിലെ നിങ്ങളുടെ നാടകവും തെണ്ടലൊക്കെ നടക്കുന്നേന്ന് ഓർക്കണം. അല്ലേലും പണ്ടേ നിങ്ങളൊരു സംശയരോഗിയാ. നീയാണ് സംശയരോഗി. ഞാൻ സിനിമാക്കാരനായ സെലിബ്രിറ്റി ആകുന്നത് പിടിക്കാത്തതുകൊണ്ടല്ലേ നീ ഈ പരിഹാസമൊക്കെ കാണിക്കുന്നത്? സുശീല. ഓട്. ഇന്ന് നീ ഇന്ന് വരണ്ട. അവളിന്ന് നേരത്തെ വന്നു. ഇയാളുടെ സുശീലേനെ ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവളാകെ കലിപ്പിലാണ്. അവളില്ലാത്തപ്പോ വന്നാ മതി, ഞാൻ മെസ്സേജ് ചെയ്തോളാം. അപ്പൊ ഞാനില്ലാത്തപ്പോ ഇവിടെ പെണ്ണുങ്ങളും വരാറുണ്ടല്ലേ? നീ എന്താടി ഈ കിടന്ന് ചെലമ്പണത്? നിങ്ങൾ ആ ഫോൺ ഇങ്ങ് തന്നെ. ഇതാരീ സുശീല? ഇപ്പൊ നിങ്ങളെ വിളിച്ചതേ നിങ്ങളുടെ സുശീലയ്ക്ക് ഞാൻ ആരാന്ന് കാണിച്ചു കൊടുക്കാം. എന്തെങ്കിലും അവള് കാണിക്കട്ടെ. സുമാരേട്ടാ, ഈ നമ്പറിലേക്ക് ഇപ്പൊ വിളിച്ച സുശീല എന്തിയെ? ഏത് സുശീല? നിങ്ങളുടെ കൂടെയുള്ള പെണ്ണ്. താനാള് കൂട്ടിക്കൊടുപ്പുകാരനല്ലേ? ഞാനിപ്പോൾ വിളിച്ചത് കഥാകൃത്ത് കഞ്ഞിക്കുഴി സുമാരേട്ടനെയാ. എൻ്റെ പേര് സുശീലൻ, KSF ചിട്ടി ഏജന്റാ. വേണേ ട്രൂ കോളർ നോക്ക് പെണ്ണുമ്പളെ, എൻ്റെ വായിന്ന് തെറിയേക്കണ്ട. ഫോണിലെ സ്പെല്ലിംഗ് തെറ്റാതെ പേര് സേവ് ചെയ്യാനുള്ള വിദ്യാഭ്യാസങ്ങളൊന്ന് കാണിക്കേണ്ട തിരക്കഥാകൃത്തെ. എങ്കിലും ഈ പെണ്ണ് കേസിൽ എന്നെ സംശയിച്ചല്ലോ സുമ. ഞാൻ നിന്റെ ആരാണെന്ന് നീ മറന്നോ? പണ്ട് ഞാൻ നിനക്കെത്ര പ്രണയ കവിതകൾ തന്നു. സത്യത്തിൽ അങ്ങനെയാ ഞാനൊരു എഴുത്തുകാരനായത്. ഒരബദ്ധം പറ്റിപ്പോയി, അത് മറന്നുകള. സോറി. നിങ്ങളുടെ പ്രേമക്കത്തുകള് അതൊക്കെ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിന്റെ ആ പഴയ പ്രണയം ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്ര കവിതകളും കഥകളും എഴുതിയേനെ. നീയൊന്ന് റൊമാൻറ്റിക് ആകുസുമോ? പാവം, എന്റെ പഴയ ഗന്ധർവന് വെറുതെ സംശയിച്ചു. ഒരു തണുത്ത ജ്യൂസ് എടുത്തോണ്ട് വരാം. മുന്തിരി ഇരിപ്പുണ്ട്, ഞാൻ ഇപ്പൊ തന്നെ ജ്യൂസ് എടുത്തോണ്ട് വരാം. ഇവക്കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം. ഞാൻ സെലിബ്രിറ്റി ആകട്ടെ, എനിക്കും കിട്ടും ഒരവസരം. ഓ, ഒരു സെലിബ്രിറ്റി വന്നേക്കണം. എന്തോ കള്ളത്തരം ഒപ്പിക്കുന്നുണ്ട്. അല്ലേലും ഈ ആണുങ്ങളെല്ലാം അങ്ങനെ തന്നെയാ. പിന്നെ അത് വിശ്വസിക്കാനായിട്ട് കുറെ പെണ്ണുങ്ങളും. പക്ഷെ എന്നെ അതിന് കിട്ടത്തില്ല. കുടിക്ക്. പാവം, വെറുതെ എന്റെ ചേട്ടനെ ഞാൻ സംശയിച്ചു. അത് എന്റെ നാളിന്റെ കുഴപ്പാ സുഖേട്ടാ. ആരെയും സംശയിക്കും, ഭഗവാനെ പോലും. കുഴപ്പമില്ലടി. ചേട്ടാ
ഞാൻ നോക്കിയിട്ട് വരാം. ആ സച്ചി സുകുമാര ചേട്ടനൊരു കൊറിയർ ഉണ്ട്. ഞാനറിയാതെ ഇയാൾക്കാരെ കൊറിയർ സച്ചി ഒപ്പ് ഇവിടെ. ആ ശരി. ഇയാളുടെ പ്രൊഡ്യൂസർമാരയച്ച് വല്ല ബോംബോ മറ്റോ ആണ്. ദൈവം എന്റെ കൂടിയ മനുഷ്യ, നിങ്ങളുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ഞാനിപ്പോ ലീവ് എടുത്ത് കുത്തിരിക്കേണ്ടി വരുമല്ലോ. ഞാനില്ലാത്തപ്പോ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? എന്റെ ഭഗവാനെ, എന്താടി, എന്താ നിന്റെ പ്രശ്നം? ഒരു കാമദേവൻ വന്നിരിക്കുന്നു. ഒന്നും അറിയത്തില്ല നിങ്ങൾക്ക്. നോക്കണോ ഇങ്ങോട്ട്. ഐ ലവ് യു. ഇത് ഓ, ഇതിനെ കുറിച്ച് ഒന്നും എനിക്ക് അറിയില്ല. ഞാൻ കാണിച്ചു തരാം ഇപ്പൊ എന്താന്ന്. അന്നാ നീ കാണിക്ക്. ഇയാളെ വിശ്വസിച്ച് ഇയാൾക്ക് വേണ്ടി ജീവിച്ച എന്നോട് ഇയാൾ ഇങ്ങനെ തന്നെ ചെയ്യണം. ഇന്ന് ഞാൻ ഇയാളെ ഇവളെ കൊണ്ട് നിക്കവിടെ, നിക്ക. അടിക്കാതെ. നിന്നോട് നീ പറഞ്ഞാ മനസ്സിലാവൂലേ? അടിക്കല്ലേ? കാലം ചേരും ഫാമിലി, പല പല പോരും കാട്ടും ഫാമിലി. കലികാലം ചേരും ഫാമിലി, പല പല പോരും കാട്ടും ഫാമിലി. ഇയാൾക്ക് ഇനി എന്തേലും പാഴ്സൽ ഉണ്ടോ? സച്ചി ക്ഷമിക്കണം, ഞാൻ തന്ന കൊറിയർ എനിക്ക് തിരിച്ചു വേണം. അഡ്രസ് മാറിപ്പോയി. ഇവിടേക്കല്ല, 116 സുകുമാര സേട്ടന്റെ ആ സേട്ടന്റെ വീട്ടിൽ വന്ന പാഴ്സലാ. ആ വിഷ്ണു ബ്രോ ഇല്ലേ, ആ സെറ്റിന് വന്ന ഗിഫ്റ്റാ. സൺ ഓഫ് എന്നതില് മാഞ്ഞു പോയി. എനിക്ക് മലയാളം അത്ര പസല്ല, അതുകൊണ്ട് പറ്റിയതാ. എന്നോട് ക്ഷമിക്കണം. മലയാളം അറിയില്ലെങ്കിൽ പോയി പഠിച്ചിട്ട് പങ്കാളി. ഇപ്പൊ എങ്ങനെയുണ്ട്? കലികാലം ചേരും ഫാമിലി, പല പല പോരും കാട്ടും ഫാമിലി. കലികാലം ചേരും ഫാമിലി, പല പല പോരും കാട്ടും